ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എങ്ങോട്ടാണ് ഒരുങ്ങി നിൽക്കുന്നതെന്നല്ലേ? ഇന്ന് ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തേക്കാണ്. അതും നമ്മുടെ വെള്ളത്തിലുള്ള അമ്പലമാണ് കേട്ടോ. ഈ അമ്പലത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇവിടെ അർദ്ധനാരീശ്വര സങ്കല്പമാണ്. അതുകൂടാതെ 365 ദിവസവും ഇത് വെള്ളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രമേ വെള്ളം വറ്റിച്ച് പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അത് ശിവരാത്രി ദിനത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ദേവൻ്റെ ആറാട്ട് മഹോത്സവം തൃക്കൊടിയേറ്റമാണ് വരുന്നത്. അത് ഈ ജനുവരി മാസത്തിലാണ് വരുന്നത്. അത് 7 ദിവസത്തെ പരിപാടിയാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ നമ്മുടെ ദേവൻ്റെ അടുത്ത് എന്ത് വന്ന് പറഞ്ഞാലും അത് ദൈവം സാധിച്ചു തരും കേട്ടോ. എനിക്കൊക്കെ അനുഭവമുള്ളതാണ്. ഞങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഇവിടെ ഭഗവാന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഭഗവാൻ നടത്തി തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ഈ ദേവൻ്റെ മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് കേട്ടോ പരീക്ഷയ്ക്കൊക്കെ പോവാറുണ്ടായിരുന്നതേ. വീട്ടിലൊക്കെ വിരുന്ന് വന്ന് എൻ്റെ വെളുങ്ങോട്ടപ്പൻ്റെ അടുത്ത് പോയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും അച്ഛൻ കൂടി കേട്ടോ അമ്പലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നതേ. ഇപ്പോൾ നല്ല തിരക്കുള്ള സീസണായിട്ട് അമ്പലത്തിൽ. ആദ്യമൊന്നും അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ ആരും ഉണ്ടാവാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും ആൾക്കാരൊക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞ് കുറേ പേര് വരാറൊക്കെ ഉണ്ട് അമ്പലത്തിൽ. അങ്ങനെ തൊഴുത് ഞങ്ങൾ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. അച്ഛൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാട്ടോ പോകുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവർക്കേ അറിയുള്ളൂ ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഉള്ളൊരു അനുഭൂതി. അത് അനുഭവിച്ചവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അറിയുക. നമ്മുടെ മനസ്സും നിറയും, എല്ലാം നിറയും. അങ്ങനെ പ്രാർത്ഥിച്ച് പുറത്ത് ഇറങ്ങിയതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത മെയിൻ പരിപാടിയാണ് കേട്ടോ ഉണ്ടോ നോക്കൽ. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അന്ന് ഞങ്ങൾക്ക് പായസം കിട്ടിയില്ല കേട്ടോ. രാവിലെ വഴുകി പോയത് അമ്പലത്തേക്ക്, നല്ല ലേറ്റായിട്ടാണ് പോയത്. അമ്മയ്ക്ക് കടയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞങ്ങൾ കുറച്ച് എണീക്കാനൊക്കെ ടൈം ഒഴുകിപ്പോയി. അങ്ങനെ നല്ലോണം ലേറ്റ് പോയത്. ആദ്യമൊക്കെ ഞങ്ങൾ നടന്നിട്ടാണ് പോയിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നടന്നിട്ടാണ് പോയിരുന്നത്. ഇപ്രാവശ്യം ഞാൻ ഓട്ടോറിക്ഷയിലായിട്ടാണ് പോയത്. അങ്ങനെ വേഗം വീട്ടിലേക്ക് പോന്നു.